മാം, ഈ ചൈൽഡ്ഹുഡ് ട്രോമ ഹീൽ ചെയ്യേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര വിശ്വസിക്കും? ഇത് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു സൈക്കിളാണ്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളൊരു കൊച്ചിൻ്റെ പേരൻസ് തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ആ കൊച്ചിന് ഇഷ്യൂ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചിന് ജനിച്ച സമയം തൊട്ട് കേൾക്കുന്ന വഴക്ക് കാര്യങ്ങളാണെങ്കിൽ ഇത് അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യും. സോ ഈ കൊച്ച് വളർന്നു വരുമ്പോൾ ഇൻറ്റിമസി ഒന്നും ഈ കൊച്ചിനുണ്ടാവില്ല. നാളെ റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേനും ആ റിലേഷൻഷിപ്പിന് ഭയങ്കര പേടിയായിരിക്കും. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നുള്ള ഭയമായിരിക്കും. ഇതൊക്കെ ഒരു കൊച്ചിന് ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി ആ കൊച്ചിനെ സ്റ്റോപ്പ് ചെയ്യും. എക്സാക്ട്ലി. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ബബിൾ എടുക്കാം, പിള്ളേർ യൂസ് ചെയ്യുന്ന ബബിൾ. ആ ബബിൾ എടുക്കും, ടക്ക് പൊട്ടും അല്ലേ, അടുത്തവരും ടക്ക് പൊട്ടും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ആ പൊട്ടലോടെ നിൽക്കുന്നില്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ബബിൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ എക്സാക്ട്ലി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കോർ, അതായത് പോക്ക് എന്ന് പറയും, ആക്സിസ് ലൈൻ പോക്ക് എന്ന് പറയും. അത് പോയിന്റ് ഓഫ് ക്രിയേഷൻ. അത് ഏത് പോയിന്റിൽ ക്രിയേറ്റ് ചെയ്തോ ആ പോയിന്റിൽ നിന്ന് തന്നെ എടുത്ത് നമുക്കത് ചെയ്യണം പറ്റും, ക്ലിയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു ക്ലിയറിങ്സ് നടക്കുമ്പോൾ മാത്രമായിരിക്കും ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അവിടെ സ്റ്റോപ്പ് ആകത്തുള്ളൂ.